കരുനാഗപ്പള്ളി ലഹരിക്കടത്തിനെ ചൊല്ലി നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോര്. CPM നേതാവ് ഷാനവാസിനെ രക്ഷിക്കാൻ ഭരണസ്വാധീനം ഉപയോഗിച്ച് ശ്രമമെന്ന് പ്രതിപക്ഷം. രാഷ്ട്രീയ ബന്ധം നോക്കിയല്ല നടപടിയെന്നും ഷാനവാസിനെതിരെ നിലവിൽ തെളിവില്ലെന്നും മന്ത്രി MP രാജേഷ്. CPMന്റെ ഗൃഹസന്ദർശനം രാത്രിയിലാണെന്ന മാത്യു കുഴൽനാടന്റെ പരാമർശത്തിൽ മുഖ്യമന്ത്രി ക്ഷുഭിതനായി. ഷാനവാസിനെ പിന്തുണച്ചുള്ള സജി ചെറിയാന്റെ പ്രസ്താവനയും ഷാനവാസിനെതിരായ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ഉയർത്തിക്കാട്ടി CPM പ്രവർത്തകരുടെ ലഹരി മാഫിയ ബന്ധവും അതിന് നേതൃത്വം നൽകുന്ന സംരക്ഷണവും സ്ഥാപിക്കാനായിരുന്നു പ്രതിപക്ഷ ശ്രമം. പ്രതിപക്ഷ ആരോപണങ്ങൾ തള്ളിയ മന്ത്രി MP രാജേഷ് തെളിവുണ്ടെങ്കിൽ ഷാനവാസ് പ്രതിയാകുമെന്ന് വ്യക്തമാക്കി. പിടികൂടിയത് കേരള പോലീസാണ്, വേറെ ഏതെങ്കിലും സംസ്ഥാനത്തെ പോലീസ് അല്ല. വാടക എടുത്തയാളും കൂട്ടുപ്രതികളുമാണ് ഈ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിക്കൊണ്ടുവരാൻ ആ വാടക ലോറി ഉപയോഗിച്ചത്. ലോറി ഉടമസ്ഥനും അതിൽ പങ്കുണ്ട് എന്ന് കണ്ടെത്തിയാൽ ഒരു സംശയവും വേണ്ട, പ്രതിയാവും, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും. പ്രസംഗത്തിനിടെ CPM നേതാക്കളുടെ ഗൃഹസന്ദർശനം രാത്രിയിലാണെന്ന മാത്യു കുഴൽനാടന്റെ പരാമർശമാണ് മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചത്. നിങ്ങൾ ഭവന സന്ദർശനത്തിന് വേണ്ടിയുള്ള നിർദ്ദേശം ബഹുമാന്യ ഗോവിന്ദൻ മാഷ് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു. രാത്രിയിലാണ് സാർ ഭവന സന്ദർശനം നടത്തുന്നത്. രാത്രി 10 മണിക്ക് ശേഷം ഭവന സന്ദർശനം നടത്താനാണോ പറഞ്ഞിട്ടുള്ളത്? ചേർനെ നോക്കിക്കൊണ്ടാണെങ്കിലും CPIM പോലുള്ളൊരു പാർട്ടിയെക്കുറിച്ച് എന്ത് അസംബന്ധവും വിളിച്ചു പറയാനൊരു വേദിയാക്കി ഈ നിയമസഭയെ മാറ്റാൻ പറ്റില്ല. എന്തും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരാളാണെന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയതാണ്. സർ, എന്തിനും ഒരു അതിര് വേണം, ആ അതിര് ലംഘിച്ചു പോകാൻ പാടില്ല. കുഴൽനാടന് പിന്തുണയുമായി എത്തിയ പ്രതിപക്ഷ നേതാവ് എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ഷാനവാസിനെ സർക്കാർ ചേർത്ത് നിർത്തുന്നുവെന്ന് കുറ്റപ്പെടുത്തി. ഈ റൂൾ 50 നോട്ടീസ് അവതരിപ്പിക്കാൻ പ്രതിപക്ഷം എന്തും വിളിച്ചു പറയുന്ന ഒരാളെയാണോ നിയോഗിച്ചത് എന്നാണ് ചോദിച്ചത്. എനിക്ക് മറുപടി പറയണ്ടേ? കൃത്യമായ തെളിവുകളോടുകൂടിയാണ് ശ്രീ മാത്യു കുഴൽനാടൻ ഈ റൂൾ 50 നോട്ടീസ് അവതരിപ്പിച്ചെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലഹരി മാഫിയയ്ക്ക് സർക്കാർ കുടപിടിക്കുന്നുവെന്നാരോപിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. ലഹരി മരുന്ന് കച്ചവടം നടത്താൻ കുടപിടിച്ചു കൊടുക്കുന്ന ഈ സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും മുഖം കൊണ്ടിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.